ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. ഇത് ഇറച്ചിക്കറിയുടെ അതേ രുചിയിലുള്ളൊരു ചെറുപയർ കറിയാണ് കേട്ടോ. അത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പുട്ടാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 200 ഗ്രാം ചെറുപയറുണ്ടാവും. ഞാൻ കുതിർക്കാണ്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത് കേട്ടോ. കുതിർത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. കുക്കറിലാവുമ്പോൾ കുതിർക്കാണ്ട് ചെയ്താലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കഴുകിയത് മുഴുവൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇറച്ചി മസാലയാണ്, മീറ്റ് മസാലയാണ്. 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതിൽ മുളക്, മഞ്ഞൾ, മല്ലി അങ്ങനെ ചേർത്തിട്ടാവും സാധാരണ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്കൊരു 2 നുള്ളി വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടുകൊടുത്താൽ മതി. ഞാനിപ്പോൾ കൈകൊണ്ട് നുള്ളി ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിട്ട് അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മൂത്ത് വരുന്ന ഒരു മണം വരുന്ന ഒരു സമയത്ത് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് 1/2 വലിയ ഉള്ളി എടുത്തിട്ട് ഒരു 5 6 അല്ലി ചെറിയ ഉള്ളി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയിൽ മാത്രം ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഉള്ളി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ കൂടുതലായിട്ട് എടുക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ചെറുപയറിന് കൂടുതൽ ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീറ്റ് മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത്, അതിലുള്ള എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപയറിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, കൂടി പോകണ്ട. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നോക്കിയാൽ മതി കേട്ടോ. കറക്റ്റ് അളവ് നോക്കിയിട്ട് ഇടുന്നവരാണെങ്കിൽ അതുപോലെ ചെയ്യുക. അപ്പോൾ തക്കാളിയും നല്ല പോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ച ചെറുപയർ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ തുറന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളത്തോട് കൂടി തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കുക്കറിൽ എത്രയ്ക്ക് വെള്ളം എന്നൊക്കെ നിങ്ങളുടെ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് വെക്കട്ടോ. പല കുക്കറും പല രീതിയായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു മസാലയിൽ കിടന്ന് ചെറുപയറും മസാലയും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സായി കിട്ടിക്കോളും. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു മീറ്റ് മസാല വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇറച്ചിക്കറിയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ മീറ്റ് മസാലയിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ, ഗരം മസാലേൻ്റെ ആ ഒരു ഫ്ലേവർ, മല്ലി, മുളക്, മഞ്ഞൾ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ മൊത്തം ഈ ഒരു കറിക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യുക.
പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ തീയെ തിളപ്പിക്കരുത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.